ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കടുകും കംഫർട്ടൊക്കെ വെച്ചിട്ടുള്ള ചെയ്യുന്ന കിടിലൻ ടിപ്പുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചതച്ചെടുക്കുമ്പോഴത്തേക്കാണ് നല്ലൊരു എഫക്റ്റ് അതിന് കിട്ടുക. കാരണം കടുകിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെങ്കിലും എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് കടുക് ചതച്ചെടുക്കാം. പിടികല്ലില്ല എങ്കിൽ വെറുതെ ഒന്ന് നമുക്ക് റിങ് ഉണ്ടല്ലോ, കറിയൊക്കെ ഇറക്കി വെക്കുന്ന റിങ് വെച്ചിട്ട് കടലാസിനകത്ത് വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. പെട്ടെന്ന് തെറിച്ച് പോവില്ല. അതേപോലെ നനഞ്ഞ കല്ല് വെച്ച് ഇടികല്ല് വെച്ച് ചതക്കുകയാണെങ്കിലും കടുക് തെറിച്ച് പോവില്ല. ഇതേപോലെ അതിൻ്റെ ആ ഭാഗം നനഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പുറത്തോട്ടൊന്നും തെറിച്ച് പോവില്ല. അപ്പോൾ അതാണ്ട് അത്രയും കടുക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മൗത്ത് വാഷാണ്. മൗത്ത് വാഷ് ഒഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അതൊരു സാധനത്തിന് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ്. കാരണം പല്ലിക്കാണേലും പാറ്റയ്ക്കാണേലും ഒന്നിനും ഇഷ്ടമില്ലാത്തൊരു സാധനമാണിത്. അപ്പോൾ നമുക്കിത് കുറച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്വല്പം മതിയാവും, ഭയങ്കര ഒരു മണമാണ്. അപ്പോൾ ആ മരുന്നിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും അതേപോലെ തന്നെ മൗത്ത് വാഷും കടുകും ഭയങ്കര ഒരു എഫക്റ്റാണ്. ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ള പഴയ സ്പോഞ്ച്, ഇതേപോലത്തെ ഏതെങ്കിലും സ്പോഞ്ചോ അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇതേപോലെ ഒന്ന് ആ വെള്ളത്തിനകത്തോട്ടൊന്ന് മുക്കിയിട്ട് നമുക്ക് പല്ലിയും പാറ്റയൊക്കെ വരുന്ന സ്ഥലത്തൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വളരെ പ്രയോജനമാണ്. കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട്, കാരണം സ്പോഞ്ച് ആകുമ്പോൾ അതിനകത്ത് കുറേ ദിവസം ഈ ഒരു സ്മെല്ല് നിൽക്കും. എന്നിട്ട് ആ ഭാഗത്ത് ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരില്ല. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ കൊച്ചു ടിന്നിനകത്ത് ഇതേപോലെ തന്നെ നമ്മൾ സ്പോഞ്ച് മാറ്റാതെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. കിച്ചണിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു സ്മെല്ല് അതിനകത്ത് കുറേ ദിവസം നിൽക്കും. അപ്പോൾ നമുക്ക് പല്ലി പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വയ്ക്കുക. ഇതെല്ലാമെങ്കിൽ നമുക്ക് ആ സ്പോഞ്ച് അതിനകത്ത് മുക്കിയിട്ട് ആ ഒരു വെള്ളത്തിനകത്ത് മുക്കിയതിന് ശേഷം നമ്മുടെ എവിടെയൊക്കെയാണോ പല്ലി പാറ്റയൊക്കെ വരുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ട ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പല്ലിയൊക്കെ കടന്ന് മേയുന്ന ആ ഒരു ശല്യം ഒഴിവാക്കി കിട്ടും. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഓരോ പീസ് ഇതേപോലെ മിക്സിയുടെ പുറത്ത്, കാരണം മിക്സിയുടെ പുറത്തൊക്കെ നമ്മൾ അരപ്പൊക്കെ ആട്ടിയതിന് ശേഷം ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കാണും. പല്ലിയൊക്കെ ഓടുന്നതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക. കിച്ചണിൽ പിന്നെ ബാത്റൂമിൽ അങ്ങനെ പല സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് ഇതേപോലെ ഒരു കുറച്ച് കടുക് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. അതും വലുതായിട്ട് ചതയണമെന്നില്ല, ഒരു ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു ഇതേപോലത്തെ ഒരു ടിന്നകത്തോട്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിനകത്ത് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാൻ ഭയങ്കര ഒരു മണമാണ്. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊക്കെ ഇറച്ചി മീനൊക്കെ പൊരിച്ച ആ ഒരു സ്മെല്ല് മാറണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുമ്പോഴൊക്കെ വീട്ടിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ കടുക് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്ത് കംഫർട്ട് ഒഴിച്ചിട്ട് നമുക്ക് എവിടെ വേണേലും വെക്കാം. ബാത്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ടിന്നകത്തോടൊന്നും വെക്കണം ില്ല ചെറിയ ടിന്നുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ടിന്നുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 3-4 ഹോൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടാക്കാം. ഇതാകുമ്പോഴത്തേനും ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നോളൂ, ഭംഗിക്കേടൊന്നുമില്ല. വാഷ് ബേസിനിലാണേലും അതേപോലെ ബാത്റൂമിലാണേലും അതേപോലെ കിച്ചണിലാണേലും നമ്മൾ മീനൊക്കെ വറുത്ത ആ ഒരു സ്മെല്ല് പോകുന്നതിന് നമുക്ക് ഇതേപോലെ വെച്ചെടുക്കുകയാണെങ്കിൽ കുറേ ദിവസം ആ ഒരു സ്മെല്ല് അതിനകത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ അളവ് കുറയരുത്, കംഫർട്ടിൻ്റെ അളവ് കുറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെയൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടോ അവിടെയൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം. വാഷ് ബേസിൻ്റെ ഭാഗത്ത് ഒക്കെ വെച്ച് കൊടുക്കാം. നല്ലൊരു മണമാണ്. അപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ
കുറച്ച് കംഫർട്ടും വെള്ളവും കൂടെ ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ അത് എത്രമാത്രം അളവ് അത്രയും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമുക്കൊരു ടീസ്പൂൺ അളവിൽ കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ബാഡ് സ്മെല്ലിലുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ടിപ്പുകൾ. അപ്പോൾ നമുക്ക് കിച്ചണിലോ അതേപോലെ ഇങ്ങനെ ബാഡ് സ്മെല്ല് ഉള്ള സ്ഥലത്ത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. ആ ഒരു സ്മെല്ല് നമുക്കറിയേയില്ല. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വിറക് പാത്രങ്ങളൊക്കെ വാരിടുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുക. സിങ്കിൽ നല്ലൊരു ഒരു ബാഡ് സ്മെല്ല് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കടുകിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. ചൂടുവെള്ളത്തിനകത്ത് കടുക് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ വിറക് പൊത്താനൊക്കെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കണ്ടോ. നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 3 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കാനെ വിളിച്ച് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.